ചില അമ്മമാർക്കുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര പേടിയും ടെൻഷനും ആയിരിക്കും. അവരെന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും വൈറൽ ഫീവറോ ലൂസ് മോഷനോ ടോൺസിലൈറ്റിസോ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് വഴി കുഞ്ഞിനും കൂടി അസുഖം ഉണ്ടാകുമോ എന്നുള്ളൊരു ടെൻഷൻ മിക്ക പാരൻസിലും കണ്ടുവരാറുണ്ട്. ശരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ കുഞ്ഞിനെ മുലയൂട്ടുന്നത് സേഫാണോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ യൂഷ്വലി റുട്ടീനായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളിലെല്ലാം തന്നെ, അതായത് വൈറൽ ഫീവർ ആയാലും ടോൺസിലൈറ്റിസ് ആയാലും യൂറിനറി ഇൻഫെക്ഷൻ ആയാലും ലൂസ് മോഷൻ ആയാലും എന്തെങ്കിലും ഫുഡ് പോയ്സൺ ആയാലും, ഈ എല്ലാ സിറ്റുവേഷൻസിലും അമ്മ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അമ്മയ്ക്ക് കെയർ എടുക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. അതായത് അമ്മ ഓക്കെയാണ്, അമ്മ ICUലൊന്നും അല്ല, അമ്മ എണീറ്റ് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി അമ്മയ്ക്കുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നമ്മൾ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്നത് വഴി കുഞ്ഞിന് ആ രോഗം കിട്ടും എന്നുള്ളൊരു ടെൻഷൻ്റെ ആവശ്യമേ ഇല്ല. ശരിക്കും നമ്മൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ഈവൻ വളരെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് പോലും, അതായത് ട്യൂബർക്യുലോസിസ്, ഹെപ്പറ്റൈറ്റിസ് B, HIV പോലുള്ള രോഗങ്ങളിൽ പോലും നമ്മൾ മുലയൂട്ടരുത് എന്ന് പറയാറില്ല. TB ഉള്ള അമ്മമാർ കുഞ്ഞുങ്ങൾ മുലയൂട്ടാറുണ്ട്, പക്ഷേ കുഞ്ഞിന് നമ്മൾ പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ടെന്ന് മാത്രം. ഹെപ്പറ്റൈറ്റിസ് B ഉള്ളതിനും അതുപോലെ തന്നെ നമ്മൾ പക്ഷേ ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ഇഞ്ചക്ഷൻ കുഞ്ഞിന് കൊടുക്കാറുണ്ട്. ഈവൻ HIV പോലും അമ്മയ്ക്ക് നമ്മൾ ചോദിക്കും, നമുക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റെന്തെങ്കിലും ഫീഡിങ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. പക്ഷെ അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനും അമ്മയുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഈവൻ ഒരു പെരിനേറ്റൽ ട്രാൻസ്മിഷനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പോലും ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ പറയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കുട്ടി രോഗങ്ങളൊക്കെ അമ്മയ്ക്ക് വന്നാലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുക. നമ്മൾ കുഞ്ഞിന് ഒരു അസുഖം വരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് പാല് കൊടുത്തില്ലെങ്കിൽ, പാല് കൊടുക്കാത്തത് വഴിയായിരിക്കും കുഞ്ഞിന് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. കാരണം കുഞ്ഞിന് ഏറ്റവും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫുഡാണ്, കുഞ്ഞിന് വളരെയധികം ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് മുലപ്പാലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം നിസ്സാരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ വേണ്ടാന്ന് വെക്കരുത്. ഇനി നമ്മൾ ടെമ്പററി ആയിട്ട് ഫീഡിങ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്ന് പറയുന്ന കുറച്ച് സാഹചര്യങ്ങളുണ്ട്. അതായത് അമ്മയ്ക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ബ്രസ്റ്റിന് എന്തെങ്കിലും ആപ്സസ് ഉണ്ടാവുകയാണെങ്കിൽ, മാസ്റ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും ബ്രസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴുപ്പൊക്കെ എടുത്ത് കളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് വേണം അല്ലേ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പറയും കുറച്ച് ദിവസത്തേക്ക് അമ്മ ഒന്ന് റീകവർ ആവുന്നത് വരെ, അമ്മ ഓക്കെ ആവുന്നത് വരെ നമ്മൾ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. അതുപോലെ തന്നെ ചില കണ്ടീഷൻസിൽ, ചില സൈക്യാട്രിക് കണ്ടീഷൻസിൽ, അതായത് ഫോർ എക്സാമ്പിൾ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് പോലെയുള്ള, അതായത് അമ്മ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അണ്ടർ സൂപ്പർവിഷൻ നമ്മളൊന്ന് ട്രൈ ചെയ്യും ബ്രസ്റ്റ് ഫീഡിങ്ങിന്. പക്ഷേ അമ്മ തീരെ കോപ്പറേറ്റീവ് അല്ല, കുഞ്ഞിന് അമ്മേനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ സാഹചര്യമുണ്ട്, കുഞ്ഞിൻ്റെ ജീവന് അമ്മ ആപത്താണ് എന്നുള്ളൊരു കണ്ടീഷൻസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അമ്മ ഓക്കെ ആകുന്നത് വരെയുള്ള ഒരു ഡ്യൂറേഷനിലേക്ക് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ചില മരുന്നുകൾ, അതായത് ചില സൈക്യാട്രിക് മെഡിസിൻസ്, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകൾ, ഹൈപ്പർ തൈറോയിഡിസത്തിന് കഴിക്കുന്ന ചില മരുന്നുകൾ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ബാധിക്കുന്ന മരുന്നുകളാണെങ്കിൽ നമ്മുടെ ഡോക്ടർ നമ്മളോട് പറയും. അതായത് അമ്മ ഈ ഒരു മരുന്ന് എടുക്കുന്നത് കൊണ്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഇത്ര നാളത്തേക്ക് പോലും അമ്മ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഡോക്ടർ നമ്മളോട് പറയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലും അമ്മയുടെ ഫീഡിങ് നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇനി പെർമനൻ്റ് ആയിട്ട് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന കണ്ടീഷൻസും ഉണ്ട്. അതായത് ജനിച്ച കുഞ്ഞിന് ഒരിക്കലും പാല് കൊടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കൺജനൈറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിന് ജന്മനാ തൊട്ട് തന്നെ കുഞ്ഞിന് പാലിന് അലർജിയാണ്. അത് പാലിനെന്ന് പറയുമ്പോൾ മുലപ്പാലിനും ഒപ്പം തന്നെ കുഞ്ഞിന് കൗ മിൽക്ക് കൊടുത്താലും ബഫല്ലോ മിൽക്ക് കൊടുത്താലും ഏത് മിൽക്കിനും ആ കുഞ്ഞിന് അലർജി ആയിരിക്കും. കുഞ്ഞിൻ്റെ ജീവന് തന്നെ ചിലപ്പോൾ ആപത്താവാറുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കൺജനൈറ്റൽ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി റെയറാണ്.
മനസ്സിലായില്ലേ? ഇത് ജന്മനാ വരുന്നതാണ്. ഇത് എക്സ്ട്രീംലി റെയറാണ്. വളരെ റെയറായിട്ടുള്ള കണ്ടീഷൻ, വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ ഈ ഒരു കണ്ടീഷനിലുള്ള കുഞ്ഞുങ്ങളെ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ സിറ്റുവേഷൻസിലും നമ്മൾ അമ്മയോട് കുഞ്ഞിന് പാല് കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോഴത്തേക്കും നിങ്ങൾ ടെൻഷനായിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കുകയോ, കുഞ്ഞിന് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞാണെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടായിരിക്കും കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുലപ്പാൽ എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാരണവശാലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.